അവിടെയാണ് ഇപ്പോൾ മിന്നൽ മുരളി ഓൺലൈനിൽ നമ്മൾ ഈ നെറ്റ്ഫ്ലിക്സ് ആയത് കാരണം കൊണ്ട് അത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നമ്മളുടെ ആദ്യത്തെ ദിവസം ഒരു മാസത്തോളം നമുക്ക് നോക്കാൻ പറ്റും. നെറ്റ്ഫ്ലിക്സ് ടോപ്പ് 10 എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജ് ഉണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഈ പടം ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ളതെന്ന്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആഴ്ചകളോളം ഹോണ്ടുറാസും ബഹാമാസും പോലുള്ള സ്ഥലങ്ങളിൽ, അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയൊക്കെയും ഈ സിനിമ കണ്ടിട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നെറ്റ്ഫ്ലിക്സ് പോലെ ഉള്ളൊരു പ്ലാറ്റ്ഫോം പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്ത് അവരവരുടെ കണ്ടന്റ് പുഷ് ചെയ്ത് ഇങ്ങനത്തെ കൺട്രീസിൽ എത്തിച്ചപ്പോൾ ഹോണ്ടുറസിലും ബഹാമാസിലും മറ്റൊരു മലയാള സിനിമയ്ക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാര്യം നമുക്ക് അവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സെറ്റപ്പ് അത്രയും പ്രോപ്പറായിട്ടില്ല. ഞാൻ ഇത് 2 എക്സാമ്പിൾ പറയാനാണ്. ഓൾമോസ്റ്റ് 30 കൺട്രീസിൽ. അപ്പോൾ മലയാളി ഡയസ്പോറ കൂടുതലുള്ളതുകൊണ്ട് മാത്രമല്ല, അത് ഇത്തിരി യൂണിവേഴ്സലി അപ്പീലിംഗ് ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ നമ്മുടെ അങ്ങനത്തെ യൂണിവേഴ്സലി അപ്പീലിംഗ് ആയിട്ടുള്ള സിനിമകൾ ഈ പറയുന്ന നമ്മുടെ ഒരു മലയാളം സിനിമ ട്രെൻഡിങ് ആയിരുന്നു എന്ന് പറയുന്ന 30 രാജ്യങ്ങളിലേക്കെങ്കിലും എത്തിക്കാനുള്ളൊരു ഡിസ്ട്രിബ്യൂഷൻ സെറ്റപ്പിലേക്ക് നമ്മൾ കാലക്രമേണ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാളും വലിയ സിനിമകളൊക്കെ ഇതേ ക്വാളിറ്റിയിൽ ചിന്തിക്കാനൊക്കെ പറ്റുള്ളൂ. ഞാൻ കാണുന്നത് വെച്ചാൽ, ഞാൻ അതിൽ കാണുന്ന മിന്നൽ മുരളി 2 പോലൊരു സിനിമ വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ 30 കൺട്രീസിലെ ഞാൻ ആ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിരിക്കുന്നത് അതിനാണ്. ആ സമയമാകുമ്പോഴത്തേക്കും ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ, അവിടെയുള്ള സിനിമ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് അവരിലേക്ക് എത്തിക്കാനോ, അല്ലെങ്കിൽ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിന് അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ ഡയറക്റ്റ് റിലീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തിയേറ്റേഴ്സിലും കൂടെ റിലീസ് ചെയ്യുന്ന, ഇപ്പോൾ ഹോളിവുഡിലൊക്കെ അങ്ങനത്തെ സിനിമകളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് സൈമൾട്ടേനിയസ്ലി. ഇപ്പോൾ റെഡ് നോട്ടീസ് എന്നുള്ള ഡ്വെയ്ൻ ജോൺസന്റെ പ്രൊഡക്ഷനിൽ ഡ്വെയ്ൻ ജോൺസണും റയാൻ റെയ്നോൾഡ്സും ഒക്കെ അഭിനയിച്ചൊരു സിനിമയുണ്ട്. അത് സൈമൾട്ടേനിയസ്ലി തിയേറ്ററിലും നെറ്റ്ഫ്ലിക്സിലും റിലീസ് ചെയ്തതാണ്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ കാണേണ്ടവർക്ക് കാണാം, തിയേറ്ററിൽ കാണേണ്ടവർക്ക് അങ്ങനെ കാണാം. ഇപ്പോൾ തിയേറ്ററുകളിൽ എത്തിക്കാൻ പറ്റാത്ത രാജ്യങ്ങളിൽ പോലും ആൾക്കാർക്ക് ഇറങ്ങുന്ന അതേ ദിവസം തന്നെ നെറ്റ്ഫ്ലിക്സിൽ കാണാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഹൈബ്രിഡ് റിലീസാണത്. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മിന്നൽ മുരളി 2-ന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുക നമ്മളൊക്കെ. ഇനിയിപ്പോൾ ആ ഹൈബ്രിഡ് റിലീസ് പറ്റിയില്ലെങ്കിൽ നമ്മൾ അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കണ്ടുപിടിച്ച് അവിടെ ഒരു മിനിമൽ നമ്പർ ഓഫ് തിയേറ്റേഴ്സിലെങ്കിലും എത്തിക്കാനൊക്കെ പറ്റണം. അങ്ങനെയൊക്കെ വലുതായിട്ട് ചിന്തിച്ചെങ്കിൽ മാത്രമേ മിന്നൽ മുരളി 2 പോലെ സിനിമകളൊക്കെ ചിന്തിച്ചിട്ട് കാര്യമുള്ളൂ.